ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ മാങ്ങാ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും കിട്ടുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ്. അതുകൊണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു പിടി കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല മധുരമുള്ള മാമ്പഴം ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം മധുരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ കഷ്ണം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് നല്ല തിളച്ച് വരുന്ന ടൈമിലാണ് മാമ്പഴം നല്ല തോല് കളഞ്ഞിട്ട് അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം 6 മാമ്പഴത്തോളം ഇടുന്നുണ്ട്. ഇനി എല്ലാം ഇതുപോലെ ചേർത്ത് കൊടുക്കുക. മാങ്ങൊക്കെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് 2 പിടി തേങ്ങയും 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ മാമ്പഴമൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്ന ശേഷം ഉടച്ചുകൊടുക്കണമെങ്കിൽ ഒന്ന് ഉടച്ചുകൊടുക്കുക. അങ്ങനെ ഒന്ന് ഉടച്ചുകൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാ നമ്മുടെ മാമ്പഴമൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നല്ല തിളച്ച് വെള്ളമൊക്കെ കുറുകി വരുന്ന ടൈമിൽ നമ്മളിതിലേക്ക് ഈ അരപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് ചുഴറ്റി എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കണം. ഇനി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം നമ്മൾ ഒരു 1/2 ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉലുവയുടെ ഒരു ചവർപ്പും കൂടി വേണം, എന്നാലേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. മധുരവും പുളിയും പിന്നെ അതേപോലെ തന്നെ ഈ ചവർപ്പും ഒക്കെ കൂടിയാണ് ശരിക്ക് ഈ മാമ്പഴ പുളിശ്ശേരിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഒരു അല്പനേരം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇപ്പം നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ട തൈര് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കണം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം തിളപ്പിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒന്ന് പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഓഫാക്കിയിടുക. ഇനി നമ്മളിതിലേക്കുള്ള വറവ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ നല്ല രീതിയിൽ ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ കടുക് മുഴുവനായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു പിടി വേപ്പിൻ്റെലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് വറവായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി നമുക്ക് ചോറ് മുഴുവനായിട്ട് കഴിക്കാൻ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു ചവർപ്പും പുളിയും മധുരം എല്ലാം കൂടി കലർന്നിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ സംഭവം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും.